അറിഞ്ഞോ, നിങ്ങളെ പറ്റി പഠിക്കാൻ ശാസ്ത്രജ്ഞന്മാര് വരുന്നു. രണ്ട് കോരങ്ങന്മാരാ. കുറുക്കനും കടുവയും കൂട്ടായത് എങ്ങനെ എന്നതിനെ പറ്റി പഠിക്കാനാ വരുന്നത്. മഹാബുദ്ധിമാന്മാരാ. അവർക്ക് വേണ്ടതൊക്കെ പറഞ്ഞു കൊടുത്തേക്കണേ. സൂത്ര, പാത്രം കൊണ്ട് ആര് വരുന്ന കാര്യം പറഞ്ഞത്? പാത്രമല്ല, ശാസ്ത്രജ്ഞൻ. ഭയങ്കര ബുദ്ധിയുള്ളവരാ. ഒരു പണിയുണ്ട്, നമുക്ക് കൂടുതൽ ബുദ്ധിയുണ്ടെന്ന് കാണിക്കണം. അതിനൊരു വഴിയുണ്ട്. തമ്മിൽ തമ്മിൽ ബന്ധമില്ലാതെ ഓരോരോ കാര്യങ്ങൾ പറയുക. ഒരൊറ്റ അക്ഷരം അവന്മാർക്ക് മനസ്സിലാകരുത്. അതോടെ നമുക്ക് ഒടുക്കത്തെ ബുദ്ധിയാണെന്ന് വിചാരിച്ച് അവര് സ്ഥലം വിട്ടോളും. ദേ വരുന്നു. ഞാനൊരു ബുദ്ധിമാനാണെന്ന് മാത്രം താൻ പറയണം. ബാക്കി കാര്യം ഞാൻ ഏറ്റു. ഹലോ, ഓടിവാ. ദേ ഈ സൂത്രന് ഭയങ്കര ബുദ്ധിയാ. ബാക്കി സൂത്രം പറയൂ. പക്ഷി പറക്കുമ്പോ മരം വളരുന്നതിന് മേഘം വെളുത്തു തന്നെ ഇരിക്കണോ എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുവായിരുന്നു. ഒരു കുല മാങ്ങ തുമ്പിക്കൈ ചുരുട്ടിയത് കൊണ്ട് പാറ്റയുടെ കാൽ മുറിഞ്ഞേക്കാം. എന്നാൽ വാലിന്റെ മുക്കോളം കണ്ണുനീരിന്റെ നഖം നാക്ക് നീട്ടാറില്ലല്ലോ. ഒരു പക്ഷേ എലികൾ സിംഹത്തോളം മൂട്ടയല്ലെങ്കിൽ ചൊറിയുമ്പുഴു കരടിയല്ലാതായേനെ. ഒരു കാര്യം തീർച്ച, മാൻ കൊമ്പിൽ തേനുള്ളിടത്തോളം കാലം മുള്ളൻ പന്നി കോക്രി കാട്ടും. അതോർപ്പാ, കോക്രി കാട്ടും. ഒന്നിന്റെയും രണ്ടിന്റെയും പിന്നാലെ 3 മുയലുകൾ മുട്ടയിടുന്നത് 4ന്റെ കുഴപ്പാണോ? അതൊന്നല്ല. അത്രേ എനിക്ക് പറയാനുള്ളൂ. ഇനി സംശയം വല്ലതുണ്ടെങ്കിൽ ചോദിച്ചോളൂ. എന്താ, സംശയമൊന്നുമില്ലേ? ഒരു സംശയമുണ്ട്. മൂക്കടപ്പൻ കുന്നിലേക്കുള്ള വഴി ഏതാ? അങ്ങോട്ട് പോകില്ലേ? 2നും മുഴുവട്ടാ. വഴി ചോദിക്കാൻ ചെന്ന ഞങ്ങളെ ആ വട്ടന്മാര് വട്ടം കറക്കി. ആള് മാറി. ശാസ്ത്രജ്ഞന്മാര് വരുന്നേ ഉള്ളൂ.